ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അസ്ത്രം എന്ന തമിഴ് മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അരവിന്ദ് രാജഗോപാലാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് DSM ധന ആൻഡ് ഷൺമുഖമണിയാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കല്യാൺ വെങ്കട്രാമനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് KS സുന്ദരമൂർത്തിയാണ്. പ്രൊഡക്ഷൻ കമ്പനി വന്നിട്ട് ബെസ്റ്റ് മൂവീസാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ശ്യാം, നിരഞ്ജനി തുടങ്ങിയവരാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു. അത് അന്വേഷിക്കാനായി ഒരു പോലീസ് ഓഫീസർ എത്തുന്നു. പോലീസ് ഓഫീസറാണ് നമ്മുടെ നായകൻ. അന്വേഷണത്തിനിടയിൽ ഇതിനു മുൻപ് സമാനമായ രീതിയിൽ രണ്ടുപേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഈ മരിച്ച 3 പേരും തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്നുള്ളത് ഈ പോലീസ് മനസ്സിലാക്കുന്നു. തുടർന്ന് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമയിലുടനീളം കാണിക്കുന്നത്. എല്ലാവരും അവരവരുടെ റോളുകൾ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു. ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമോ എന്ന് നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും. അതിന് തെളിവായിട്ടാണ് 1978 അമേരിക്കയിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഫിലിം ചെയ്തിരിക്കുന്നത് എന്ന് ഒരു സംഭവം അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ സംശയം പ്രേക്ഷകനങ്ങ് മാറിക്കിട്ടും. BGM ഒക്കെ ഓരോ സീൻ കാണുമ്പോഴും ഓരോ സീനിലും ആവശ്യമായിട്ടുള്ള, അതായത് അതിന് ചേരുന്ന യോജിക്കുന്ന രീതിയിലാണ് BGM കൊടുത്തേക്കുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. എന്തായാലും ഈ സംഭവം കൊള്ളാമല്ലോ എന്നൊക്കെ പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് മ്യൂസിക്കും BGM ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതൊക്കെയാണെങ്കിലും ഉദ്ദേശിച്ച തീം നല്ലതായിരുന്നു. പക്ഷെ അത് ഉദ്ദേശിച്ച രീതിയിൽ സ്ക്രീനിൽ എത്തിക്കാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ക്ലൈമാക്സ് ഉൾപ്പെടെ വരേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും പിന്നെയും വലിച്ചിഴച്ച് നിങ്ങളിത് കണ്ടേ പറ്റൂ എന്ന് പ്രേക്ഷകനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വീണ്ടും കുറച്ച് ലാഗടിപ്പിച്ച് ആവശ്യമില്ലാത്ത 2 പാട്ടൊക്കെ കയറ്റി വലിച്ചിഴച്ച് പ്രേക്ഷകനെ കൊണ്ട് ക്ലൈമാക്സിൽ എത്തിക്കുന്ന ഒരു രീതി ആയിപ്പോയി സെക്കൻഡ് ഹാഫിലേതെന്ന് എനിക്ക് തോന്നി. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ മനസ്സിൽ തങ്ങി നിൽക്കാവുന്നതോ ആയിട്ടുള്ള ഒരു സംഭവങ്ങളും പ്രത്യേകിച്ച് ഈ സിനിമയിലില്ല. പക്ഷേ നമുക്ക് ഫാമിലിയായിട്ട് ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അത്രേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ അടിപൊളി കിടുക്കാച്ചിപ്പടം എന്നൊന്നും പറയാനില്ല. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വേറെ വേറെ ആണല്ലോ. അതുകൊണ്ട് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.